നമസ്കാരം. ഏതൊരു മലയാളിയുടെ ആഗ്രഹമാണല്ലേ ലഡാക്കൊക്കെ പോയി അതുവഴി ബൈ റോഡ് ബോർഡർ ക്രോസ് ചെയ്ത് നേപ്പാൾ ഭൂട്ടാനൊക്കെ പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ നമുക്കിപ്പോൾ ഇത് പോസിബിൾ അല്ലാത്തതുകൊണ്ട് നമുക്കൊരു അടിപൊളി ഓപ്പർച്യൂണിറ്റി കിട്ടിയിരിക്കുകയാണ് അൽബേനിയയിൽ നിന്ന് ബൈ റോഡ് നമുക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കാണാൻ പോകുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചുള്ള മൂന്നാമത്തെ രാജ്യത്തിലേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചിരിക്കുകയാണ്. നമ്മളിവിടെ ലണ്ടൻ ലൂട്ടൺ എയർപോർട്ടിൽ നിന്ന് തന്നെയാണ് യാത്ര തിരിക്കുന്നത്. നമുക്കിനി പോയി ചെക്ക് ഇൻ ചെയ്യാം. വിസ് എയറിൻ്റെ ചെക്ക് ഇൻ ഡെസ്കിലോട്ട് പോകാം. നമുക്ക് വിസ് എയറിൻ്റെ ടിക്കറ്റുകൾ 12 പൗണ്ട് അല്ലെ 15 പൗണ്ട് അല്ലെ 20 പൗണ്ടിനൊക്കെ നമുക്ക് ടിക്കറ്റുകൾ കിട്ടും. പക്ഷേ പണി കിട്ടാൻ പോകുന്ന എവിടെയാണെന്ന് വെച്ചാൽ ബാഗേജിൻ്റെ കേസിലാണ്. നമ്മൾ കറക്റ്റ് സൈസിലുള്ള ബാഗേജ് അല്ല കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു 50 പൗണ്ട് വരെയൊക്കെ ഇവർ ചാർജ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിവിടെ ബാഗ് ചെക്ക് ചെയ്യാനുള്ള ഒരു മെഷർമെൻറ്റ് സാധനം വെച്ചിട്ടുണ്ട്. അത് എന്തുവാന്നുള്ളത് നമുക്ക് കാണിക്കാം. അപ്പോൾ നമ്മൾ ട്രോളി ബാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതല്ലാതെ നമ്മുടെ ഈ ക്യാരി ഓൺ ബാഗ് ആണെന്നുണ്ടെങ്കിൽ ക്യാരി ഓൺ ബാഗ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഫിക്സ് ആയിട്ടിരിക്കണം. അപ്പം വിസ് എയർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാഗേജിൻ്റെ കാര്യത്തിൽ അത്ര സ്ട്രിക്റ്റ് അല്ല. പക്ഷേ ഈസി ജെറ്റ് റയനെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഓരോ ഇഞ്ചും അവർ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇത് കണ്ടല്ലോ. അപ്പോൾ അതിന് ആ കറക്റ്റ് മെഷർമെൻറ്റ്, അതായത് ക്യാരി ഓൺ ബാഗ് ആണെങ്കിൽ 30, 40, 20 എന്നുള്ള ബാഗ് തന്നെ എടുക്കുക. ട്രോളി ബാഗ് ആണെന്നുണ്ടെങ്കിൽ 55, 40, 23 എന്നുള്ള ഡയമെൻഷനുള്ള ബാഗ്സ് മാത്രം എടുക്കാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. ഒരു ടിപ്പ് പറയട്ടെ, അതായത് നിങ്ങൾ വിസ ഫ്രീ കൺട്രിയിലോട്ടാണ് പോകുന്നത്, വിസ എയർ ഉപയോഗിച്ചാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോർമൽ ക്യൂവിൽ നിൽക്കാതെ നമ്പർ 30 സൂപ്പർവൈസർ ഡെസ്ക് ഉണ്ട്. നിങ്ങൾ നിങ്ങൾ നോർമൽ ലൈനിൽ പോയാലും നിങ്ങളെ പിന്നെ സൂപ്പർവൈസർ ഡെസ്കിലോട്ട് വിടും. അപ്പോൾ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്പർ 30 ഡയറക്റ്റ് പോകാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയം ലാഭിക്കാം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ വിസ ഫ്രീ കൺട്രി ആയതുകൊണ്ട് അവർ വെരിഫൈ ചെയ്യും നമ്മുടെ ട്രാവൽ ഡോക്യുമെൻറ്റ്. അത് നോർമൽ ചിലപ്പോൾ ഡെസ്കിൽ ഇരിക്കുന്നവർക്ക് പരിചയമില്ലാത്തതുകൊണ്ടായിരിക്കണം അവർ ചെല്ലുന്ന സമയത്ത് അവർ ഡൈവേർട്ട് ചെയ്ത് വിടും. കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളെ അങ്ങനെ വിട്ടതുകൊണ്ട് ഈ തവണ ഞങ്ങൾ ഡയറക്റ്റ് നമ്പർ 30 പോയി. അതുകൊണ്ട് നമുക്ക് ടൈം ഒത്തിരി ലാഭിക്കാൻ പറ്റും. ഇനി അടുത്ത ടിപ്പ് ഇറക്കട്ടെ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിലും അതായത് നമ്മളിവിടെ ഡിപ്പാർച്ചറിൽ കയറുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ലിക്വിഡ്സ് എല്ലാം നമ്മൾ ക്ലിയർ ബാഗിലോട്ട് മാറ്റണം. അതുപോലെ നമ്മുടെ കയ്യിൽ വെള്ളമാണെങ്കിൽ പോലും 100 ml കൂടുതൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ ലാസ്റ്റ് ടൈം ഞങ്ങൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്തു. നമുക്ക് വെള്ളത്തിന് എന്താണ് ഒരു വഴി എന്നുള്ളത്. ലൂട്ടൺ എയർപോർട്ടിലെ കാര്യം മാത്രമാണ് പറയുന്നത്. ഈ ലോകത്തെ എവിടുത്തെ കാര്യം ഞങ്ങൾക്ക് അറിയത്തില്ല. ലൂട്ടൺ എയർപോർട്ട് നമുക്ക് 100% ഷുവറാണ്. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു വാട്ടർ ബോട്ടിൽ, എന്തെങ്കിലും ഒരു കാലി ബോട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബോട്ടിൽ സെക്യൂരിറ്റിയിലോട്ട് കൊണ്ടുപോകാം. അതിനകത്ത് ചെല്ലുന്ന സമയത്ത് അവിടെ ഫ്രീ വാട്ടർ, ഡ്രിങ്കിങ് വാട്ടർ വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് റീഫിൽ ചെയ്യാം. പിന്നെ നമുക്ക് എന്ന് മാത്രമേ ഉള്ളൂ. ബോട്ടിലിന് അങ്ങനെ സൈസ് ഒന്നുമില്ല. അപ്പം ശ്രദ്ധിച്ചോണേ. അല്ല, അത് ശ്രദ്ധിക്കാനൊന്നുമില്ല, അതൊരു ടിപ്പായിട്ട് എടുത്താൽ മതി. അപ്പം ഇതാണ് ഞങ്ങളുടെ അൽബേനിയയിലേക്കുള്ള ഫ്ലൈറ്റ്. ഞങ്ങളുടെ 3ാമത്തെ രാജ്യത്തോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് എന്തിനാ അൽബേനിയക്ക് പോകുന്നതല്ലേ? അതിൻ്റെ വിശേഷങ്ങൾ അൽബേനിയ ചെന്നിട്ട് പറയാം അല്ലേ? അൽബേനിയ എത്തിയിട്ട് പറയാം. അങ്ങനെ ഏകദേശം 3 മണിക്കൂർ നമ്മളിപ്പോൾ യാത്ര ചെയ്ത് തിരാന എയർപോർട്ടിൽ, മദർ തെരേസ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുമ്പോൾ അങ്ങനെ ഏകദേശം 3 മണിക്കൂർ യാത്ര ചെയ്ത് നമ്മൾ ലണ്ടനിൽ നിന്ന് ഇപ്പോൾ തിരാനയിലെത്തി. ഇനി നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി. ഇനി ഈ ബസ്സിന് വേണം നമ്മൾ അറൈവൽ ഗേറ്റിലേക്ക് പോകാൻ. അപ്പം ഞങ്ങൾ എന്തിനാ വീണ്ടും അൽബേനിയ വന്നെന്നുള്ളതല്ലേ, അത് വഴിയെ പറയാം. ആക്ച്വലി നമ്മൾ അൽബേനിയ ജസ്റ്റ് ഇന്നൊരു ദിവസം മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ ബൈ റോഡ് മറ്റൊരു രാജ്യത്തേക്ക് പോവാണ്. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലോട്ടും ഭൂട്ടാനിലോട്ടൊക്കെ പോകുന്ന പോലെ നമുക്ക് അൽബേനിയയിൽ നിന്ന് നമുക്ക് അടുത്തുള്ള രാജ്യങ്ങളിലോട്ടൊക്കെ ബൈ റോഡ് പോകാം. അത് ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കൺട്രി ഇതിന് അടുത്ത് തന്നെയുണ്ട്. അവിടേക്ക് നമ്മൾ ബൈ റോഡ് നാളെ പോകും അല്ലേ? നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് ഇവിടെ വണ്ടി റെൻറ്റിന് എടുക്കുന്ന ഡീറ്റെയിൽ ഒക്കെ കാണിക്കണമെന്ന്. കാരണം കഴിഞ്ഞ തവണ ഞങ്ങൾ പുറത്തുള്ളൊരു പ്രൈവറ്റ് ഏജൻസി ആയിരുന്നു എടുത്തത്. പക്ഷേ നമുക്കിവിടെ എയർപോർട്ടിൽ തന്നെ റെൻറ്റിന് എടുക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം, അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ പറയുകയും ചെയ്യാം. ഓക്കെ. അങ്ങനെ നമ്മൾ എയർപോർട്ടിന് പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ വരുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു KFC കാണാം. KFCയോട് ചേർന്ന് തന്നെ നേരെ അപ്പുറത്ത് നമ്മുടെ റെൻറ്റ് കാർ, മുമ്പ് പറഞ്ഞില്ലായിരുന്നു, റെൻറ്റ് കാറിൻ്റെ ഓഫീസുകൾ കാണാം. റെൻറ്റുകാരൻ്റെ ഓഫീസാണ് ഇവിടെ കാണുന്നത് മുഴുവൻ. അപ്പം ഞാൻ ഒരാളോട് പോയി സംസാരിക്കട്ടെ അതിൻ്റെ ഡീലിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ നമ്മളെ കാർ എടുത്തു. നമുക്കൊരു 2023 ന്യൂ മോഡൽ കാർ തന്നെ കിട്ടി. ആക്ച്വലി അവർ വേറൊരു ഇച്ചിരി 20
മോഡൽ ഫാബിയ, സ്കോഡ ഫാബിയ തരാമെന്നാണ് പറഞ്ഞിരുന്നത്. എനിക്കൊന്നും അത് അവൈലബിൾ അല്ലാതെ അങ്ങനെ 23 മോഡലൊരു പുതിയൊരു കാർ നമുക്ക് കിട്ടി. ഇതിന്റെ പേരെന്തോന്ന് അങ്ങോട്ട് രജിസ്റ്റർ ആയില്ല, ഒന്നുകൂടെ നോക്കിയിട്ട് പിന്നെ വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പം നമ്മൾ ഇവിടുന്ന് ഡ്യൂറസ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് താമസിച്ച് അവിടെ നിന്നായിരുന്നു നമ്മൾ കാർ റെന്റൽ എടുത്തത്. ഈ തവണ നമ്മൾ ഇവിടെ ഇറങ്ങിയപ്പോൾ തന്നെ റെന്റൽ എടുത്തു. നമ്മുടെ കാർ ഇപ്പം കിട്ടി. ഇനി മുതൽ ഈ കാർ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ നമുക്കിത് €30 പെർ ഡേക്കാണ് കിട്ടിയത് വിത്ത് ഇൻഷുറൻസ്. അത് മാനുവൽ കാർ ആയതുകൊണ്ട്. ഓട്ടോമാറ്റിക് കാറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ ഒരു പ്രൈസ് കൂടും. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഓപ്ഷൻ എടുക്കുക. അവിടെ ഒരുപാട് കമ്പനീസ് ഉണ്ടാവും. അവർ ചിലർ ഡെപ്പോസിറ്റ് ഒക്കെ വാങ്ങിക്കും. നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് കൊടുക്കാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്തെ ഓപ്ഷൻ നോക്കുക. വണ്ടി ഇഷ്ടപ്പെട്ടില്ല തൊട്ടപ്പുറത്തെ ഓപ്ഷൻ. ഒരിടത്ത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ട കാര്യം. നിങ്ങൾ അവിടെ ഒരു എത്ര 50 കമ്പനി കാണും അല്ലേ? 50 അടുത്ത് നിങ്ങൾ പോയി അന്വേഷിക്കുക. സാവധാനം മതി, ഒരു ധൃതിയില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി, കാരണം നിങ്ങളുടെ അടുത്ത് ഒരാഴ്ച നിങ്ങൾ ഉപയോഗിക്കേണ്ട വണ്ടിയാണ്. അപ്പൊ നിങ്ങൾക്ക് ധൃതി വെക്കേണ്ട കാര്യമില്ല. ഓക്കെ. അപ്പൊ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പൊ ബാക്കി വിശേഷങ്ങൾ വരും യാത്രയില്ല. അപ്പൊ ഇനിയും നമ്മൾ ഇവിടുന്ന് നേരെ സ്കോഡറിലല്ല, നമ്മളിവിടുന്ന് സൂപ്പർ മാർക്കറ്റിലോട്ട് ആദ്യം പോകുന്നത്. ആദ്യം കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ നിറയ്ക്കാനുണ്ട് വണ്ടിക്കകത്ത്. കഴിഞ്ഞ തവണ പണി കിട്ടിയല്ലേ? അപ്പൊ ഇടയ്ക്ക് നമുക്ക് ഇതുപോലെ ചെറിയ സ്നാക്കും കാര്യങ്ങളും ഇച്ചിരി വെള്ളമൊക്കെ വാങ്ങിച്ച് നമ്മൾ വണ്ടിക്കകത്ത് നിറയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ നേരെ നമ്മുടെ അക്കോമഡേഷനിലേക്ക് പോകുന്നു, സ്കോദറിലേക്ക്. അപ്പൊ ഇനി അവിടെ വെച്ച് കാണാം. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ യാത്ര ചെയ്ത് നമ്മളിപ്പം സ്കോദറിലെത്തി. ഇത് അൽബേനിയയുടെ ബോർഡറാണ്. ഏകദേശം 23 പൗണ്ടാണ് നമുക്ക് പെർ ഡേ ഈ പ്രോപ്പർട്ടിക്ക് അയക്കുന്നത്. അപ്പൊ ഏകദേശം ഇപ്പൊ സമയം 11:30 ഇനി ബിഗ് ബോസിന്റെ ഒരു എപ്പിസോഡിൽ കണ്ടിട്ട് വേണം കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഞാൻ പേഴ്സണലി ചിന്തിച്ചിട്ടാ ഞാൻ ചിന്തിച്ചിട്ടുണ്ടാ. അപ്പൊ നമുക്ക് രാവിലെ കാണാം. ഓക്കെ. ഗുഡ് മോർണിംഗ് ഗൈസ്. ഗുഡ് മോർണിംഗ് ഫ്രം അൽബേനിയ. പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോ അവിടെ പന്തവും കൊളുത്തി പടയെന്ന് പറഞ്ഞ പോലാണ് ഇവിടുത്തെ അവസ്ഥ. മഴയാണ് ഗൈസ്, മഴ. അല്ല, ഞാൻ പറയുമായിരുന്നേ, പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോ അവിടെ പന്തവും കൊളുത്തി പട. എനിക്കറിയത്തില്ല, നമ്മൾ വരുന്നതിന്റെ ഒരു 2 ദിവസം മുന്നേ വരെ ഇവിടെ 20 ഡിഗ്രി പ്ലസ് ഒക്കെ ആയിരുന്നു. പക്ഷെ ഓളിനെ സഡൻ ടെമ്പറേച്ചർ താഴെ പോയി 16 ഡിഗ്രി എന്നിങ്ങനെ വന്നു. ഇപ്പൊ മഴയായിരിക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് അൽബേനിയയിലാണ്. അൽബേനിയ ബോർഡറിലുള്ള സ്കോഡർ എന്ന് പറയുന്ന സിറ്റിയില് നമ്മളിനി ഇവിടുന്ന് ബോർഡർ ബൈ റോഡ് ക്രോസ് ചെയ്ത് നമ്മള് മോണ്ടിനിഗ്രോയ്ക്ക് പോവാണ്. ഏകദേശം ഇവിടുന്ന് ഒരു ഹാഫ് ആൻ അവർ ട്രാവൽ ചെയ്താൽ തന്നെ ബോർഡറിലെത്തും. നമ്മളിപ്പോ പോകുന്ന പോഡ്ഗോറിക്ക എന്ന് പറഞ്ഞൊരു ക്യാപിറ്റൽ സിറ്റി, അതായത് മോണ്ടിനിഗ്രോയുടെ ക്യാപിറ്റൽ സിറ്റി ആയ പോഡ്ഗോറിക്കയിലാണ്. അപ്പൊ അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്, അല്ലേ? അപ്പൊ അങ്ങനെ നമുക്കെന്നാ പോഡ്ഗോറിക്കയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ താമസിച്ച അക്കോമഡേഷനിൽ നിന്ന് നമ്മൾ ഇനിയും ഇറങ്ങുകയാണ്. നല്ല അക്കോമഡേഷൻ ആയിരുന്നു. ഒരു ദിവസത്തേക്ക് 23 പൗണ്ട് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ്. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, നല്ല ഫീലിംഗ് ആയിരുന്നു. രാവിലെ നല്ലൊരു പിടിച്ച ഇനിയും ഉച്ചയ്ക്ക് ഒരു സ്നാക്ക് ഒക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വൈകുന്നേരം വരെ പിടിച്ചിരിക്കാതെ വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കാരണം പാർക്കിംഗ് ഒക്കെ അത്യാവശ്യം അല്ലേ, വണ്ടിയൊക്കെ സേഫ് ആയിട്ട് കൊണ്ടിടാം. നോ ഇഷ്യൂസ്, ഒരു സേഫ്റ്റി കൺസേൺസിന്റെ ഒന്നും ആവശ്യമില്ല. റൂമൊക്കെ അത്യാവശ്യം നല്ലതായിരുന്നു. ഓക്കെ. അപ്പൊ അതിന് ലിങ്ക് കൊടുത്തേക്കാം. സമ്മർ ഡ്രസ് ഒക്കെ ഇട്ട് ഇറങ്ങിയതാ 2 പേര്. ജാക്കറ്റ് എടുത്തു വെച്ചാൽ നന്നായല്ലേ? സൺസ്ക്രീൻ എടുത്തിട്ടുണ്ടായിരുന്നു, തൊപ്പി എടുത്തു, സൺഗ്ലാസസ്, സൺസ്ക്രീന്, തൊപ്പി. വെയിലാണ്, ചൂടാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ അതിന്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല. മഴയാണ്. ഞങ്ങൾ ഇവിടെ കാല് കുത്തിയതിനു ശേഷം ഞങ്ങൾ വെയില് കണ്ടില്ല. ഇന്നലെ കുറച്ചു നേരം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോകൊണ്ടിരിക്കുകയാണ്. നല്ല കാലാവസ്ഥ ഇച്ചിരി മോശമാണ് എങ്കിലും നമ്മൾ രാവിലെ മൂന്നാറിലെ ഒരു മലഞ്ചെരുവിലൂടെ ഒക്കെ ഇങ്ങനെ പോകുന്ന ഒരു ഫീല് തന്നെയാണ്. കാണാം ഇവിടെ ഇങ്ങനെ കോട ഇറങ്ങുന്നതാണോ അറിയത്തില്ല, അതോ ക്ലൗഡ്സ് ആണോ അതുകൊണ്ട് മനസ്സിലാവുന്നില്ല. എന്തായാലും ബ്യൂട്ടിഫുൾ ആണ്. അങ്ങനെ ഇവിടെ വേണ്ട അല്ല ഞാൻ പറയാനേ. കോട എങ്ങനെയുണ്ട്? നൈസ്. അങ്ങനെ നമ്മള് അൽബേനിയ മോണ്ടിനീഗ്രോ ബോർഡറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ കറുത്ത ലൈൻ കാണുന്നതാണ് നമ്മളുടെ ബോർഡർ. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ ബോർഡർ ക്രോസ് ചെയ്യാൻ. അപ്പൊ നമ്മള് നമ്മുടെ ബോർഡറിനോട് അടുത്തു. ഇത് നമുക്കൊരു ടോൾ പ്ലാസ പോലെ ഫീൽ ചെയ്യുന്നല്ലേ? ജസ്റ്റ് ബോർഡറാണ്. അവിടെ പോലീസുകാരൊക്കെ നിപ്പുണ്ട്. നമുക്ക് നോക്കാം അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത്, എന്തൊക്കെയാണ് അവർ ചെക്ക് ചെയ്യുന്നത് നോക്കാം. ഓക്കെ. ജസ്റ്റ് ഒന്ന് എടുത്ത് നമുക്ക് കിട്ടിയതല്ലേ. അത് ഇപ്പൊ നമ്മൾ അൽബേനിയയുടെ ആണ് കഴിഞ്ഞത്. മോണ്ടിനീഗ്രോയുടെ ഫ്ലാഗ് മാറി.
1x നേരെ 5x ഇടരുത്. വണ്ടി ശരി. ഗൈസ്, അങ്ങനെ അത് സംഭവിച്ചിരിക്കുകയാണ്. നമ്മൾ മോണ്ടി നീഗ്രോയിൽ ബൈ റോഡ് എൻട്രി ചെയ്തിരിക്കുകയാണ്. വളരെ ഈസി ആയിട്ടുള്ള പ്രോസസ് ആയിരുന്നു. നമ്മൾ ജസ്റ്റ് ബോർഡറിൽ ചെന്ന് നമ്മുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു. നമുക്ക് അവിടുന്ന് സീൽ അടിച്ചിട്ട് ഗൈസ്, നമുക്ക് അൽബേനിയന്ന് സീൽ കിട്ടിയിട്ടില്ലായിരുന്നു. പുറത്ത് നിന്ന് കാര്യങ്ങളൊക്കെ കാഴ്ചകളൊക്കെ കാണിക്കണം പറയണമെന്നുണ്ട്. പക്ഷെ മഴയാ ഗൈസ്. ഒക്കെ സീൽ എന്ത് എവിടെ? പക്ഷെ ഒന്നും വായിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഓ ഡിയർ. അങ്ങനെ നമുക്ക് മോണ്ടിനിഗ്രോയുടെ സീൽ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇനിയും കുറച്ച് ദിവസങ്ങള് മോണ്ടിനിഗ്രോയിലെ കാഴ്ചകൾ കാണാം. അപ്പൊ പ്രോസസ് ഒന്നുകൂടെ പറയാം. നമ്മൾ ബോർഡറിലോട്ട് വരുന്നു. നമ്മൾ ഫസ്റ്റ് അൽബേനിയയുടെ എക്സിറ്റ് അടിക്കണം. അവിടെ നമുക്ക് ഇമിഗ്രേഷൻ ഓഫീസറിന്റെ കയ്യിൽ നമ്മൾ ഡോക്യുമെന്റ് കൊടുക്കുന്നു. അപ്പൊ ഞങ്ങള് ഈ ടോള് പോലുള്ള ഇമിഗ്രേഷൻ ഓഫീസറിന്റെ ഓഫീസിലോട്ട് അങ്ങ് വണ്ടി ഡ്രൈവ് ചെയ്ത് കയറ്റിയായിരുന്നു. അപ്പൊ പുറയുന്ന ഒരാൾ വന്നിട്ട് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പം നമുക്ക് ഓൾറെഡി അറിയാമായിരുന്നു ഒരു 15 യൂറോ കൊടുത്ത് നമ്മളൊരു പെർമിറ്റ് പോലെ സാധനം എടുക്കണമെന്നുള്ളത്. അതെ, ആ ഓഫീസിൽ ചെല്ലുന്നതിന് മുന്നാണ് എടുത്തിട്ട് വേണമായിരുന്നു അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ അവിടെ എത്തിയപ്പോൾ ഒരാൾ പുറകിൽ വന്നിട്ട് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു. എനിവേ നമ്മൾ പുള്ളി ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. പുള്ളിക്ക് നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഇൻഷുറൻസിന്റെ ഒരു ആക്സിഡന്റ് പേപ്പർ ചോദിച്ച് പുള്ളി അത് എടുത്തുകൊണ്ട് പോയി. അത് കഴിഞ്ഞിട്ട് പെർമിറ്റ് കൊണ്ടു തന്നല്ലേ 15 യൂറോ. എന്നിട്ട് ഇതിന്റെ പിന്നെ ആവശ്യമില്ല, നമ്മുടെ വെക്കാനുള്ളതാണ്. പിന്നെ ആ അൽബേനിയ ബോർഡർ നമ്മൾ ക്രോസ് ചെയ്ത് വീണ്ടും ചെല്ലുന്നത് മോണ്ടിനിഗ്രോയുടെ ഇമിഗ്രേഷനിലോട്ടാണ്. അത് നമ്മൾ ഡ്രൈവ് ചെയ്ത് വണ്ടി കയറ്റുക, നമ്മൾ ഇറങ്ങി ചെന്ന് ഓഫീസറിന്റെ അടുത്ത് നമ്മുടെ ഡോക്യുമെന്റ് കൊടുക്കുക. അവിടുന്ന് നമുക്ക് സീല് കിട്ടും അല്ലെ. അൽബേനിയക്കാർക്ക് നമ്മൾ വന്നാലും പോയാലൊന്നും സീനില്ല. പക്ഷെ ഇവര് സീൽ അടിച്ച് തന്നു. എന്തായാലും ഹാപ്പിയാണ്. നമുക്കൊരു നമ്മുടെ പാസ്പോർട്ടില് എയർപോർട്ടിലെത്തിയപ്പോ 2 പ്രാവശ്യം ഞങ്ങൾ ചോദിച്ചു, തന്നില്ല. അപ്പൊ എനിവേ വളരെ ഈസി പ്രോസസ് ആണ്. അപ്പൊ നിങ്ങൾ അൽബേനിയ വരുന്നുണ്ടെങ്കിൽ മോണ്ടിനിഗ്രോയുടെ കണക്ട് ചെയ്തോ, ഒരു പ്രശ്നവുമില്ല, അട്ടിപ്പൊളി. ഗൈസ്, നമ്മളിങ്ങനെ മോണ്ടിനിഗ്രോയിലൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്ത് വന്നിട്ട് ഈ രാജ്യത്തിന്റെ പേരറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മോണ്ടിനിഗ്രോ എന്ന് വിളിച്ചു പോകും. കാരണം കറുത്ത മലകളാണ് ഇവിടെ മുഴുവൻ കംപ്ലീറ്റ്. എല്ലാ മലയിലോട്ടും ഇങ്ങനെ മേഘങ്ങളും കോടയും ഇറങ്ങുകയാണ്. നമുക്ക് അങ്ങ് ദൂരെ ഒരു മഞ്ഞുമല കാണാം. എനിക്ക് തോന്നുന്നു അവിടെയൊക്കെ എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തെ യാത്ര ആയിരിക്കണം. എങ്കിലും നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ട് നമുക്കിപ്പോൾ ഇനി ഒരു 10-15 മിനിറ്റ് കൂടെ. ആരെവിടെ? ഹലോ. ഈ ഒരു 10-15 മിനിറ്റ് കൂടെ ഉണ്ട് നമുക്ക് ക്യാപിറ്റൽ സിറ്റിയായ പോഡ്ഗോറിക്കയിലായിട്ട്. അപ്പൊ അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പൊ നമ്മള് പോഡ്ഗോറിക്ക സിറ്റിയിലെത്തി. ഉച്ചക്ക് ഇപ്പൊ 1 മണിയൊക്കെ കഴിഞ്ഞ് നല്ല ഒരു ചെറിയ വിശപ്പടിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇന്ത്യൻ റെസ്റ്റോറന്റ് തപ്പി നോക്കിയേ. അപ്പൊ ഇവിടെ നമുക്ക് പോഡ്ഗോറിക്കയിൽ ഇന്ത്യൻ റെസ്റ്റോറന്റ് മസാല ആർട്ട്. ഇതാണ് റെസ്റ്റോറന്റിന്റെ എൻട്രൻസ്, മസാല ആർട്ട്. കയറി നോക്കട്ടെ. നല്ല ആംബിയൻസ് ഉണ്ടല്ലേ. എന്തെങ്കിലും ഉണ്ടോന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് വരട്ടെ. മസാല ആർട്ട് എന്ന് പറഞ്ഞപ്പോൾ ഇത്ര പ്രദേശമില്ല, ഭയങ്കര സംഭവം. ഒരു രക്ഷയില്ല. നല്ല രാജകീയ മെനു, ഒടിഞ്ഞ വിലയും രാജകീയ വിലയും, രാജകീയ മെനുവും രാജകീയ വിലയും. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കയറി. ഈ ഒറ്ററിനെ ഉള്ളെന്ന് തോന്നുന്നു ഇവിടെ. അന്വേഷണം മനസ്സിലായി പറഞ്ഞേ ഉള്ളൂ. പക്ഷെ ഗംഭീര ആംബിയൻസ് എന്ന് പറഞ്ഞാൽ മറ്റേ രാജകീയ ഡൈനിങ് അല്ലേ. റേറ്റ് ഓക്കെയാണ്. നമ്മുടെ ഐ മീൻ നമ്മൾ അൽബേനിയയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇച്ചിരി കൂടുതലാണ്. പക്ഷെ നമ്മൾ UK ആ സെയിം റേറ്റ് തന്നെയാണ് എല്ലാം. ഒരു മട്ടൺ സൂപ്പ് സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്തിരുന്നു. നല്ലതല്ലേ, കുഴപ്പമില്ല. നല്ലൊരു മട്ടൺ സൂപ്പ്. നീ കുടിച്ചില്ലല്ലേ? ചെറിയൊരു മട്ടൺ പീസൊക്കെ ഇടുന്നു, കുടിച്ചോട്ടെ. അടിപൊളി. പുറത്തതിൻ്റെ തണുപ്പുണ്ട്, അപ്പോൾ അതിൻ്റെ ചൂട് സൂപ്പ് ചെയ്യുന്ന ഒരു സുഖം. സൂപ്പർ നൈസ് അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ബിരിയാണി
Paratha. Thank you. Can we have some more hot water, please? Yeah, thank you. ഇതാണ് ഈ കുടത്തില് കുടം ബിരിയാണി. റൈത്ത, ആലു പൊറോട്ട, അതും റൈത്ത അല്ലേ? തൈര്. പാത്രം നല്ല ചൂടാ കേട്ടോ. നല്ല ചൂടാ പാത്രത്തിന്. ഫ്രൈഡ് ഓണിയനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ മേളില്. ഇതെന്ത് ബിരിയാണിയാ? ഹൈദരാബാദി അല്ല, ലക്നൗ ഗോസ്റ്റ് ബിരിയാണി. അതായത് ഈ ലാമ്പ് ചിക്കന് തൊടാനൊരു ഇതില്ല. തൽക്കാലം കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അങ്ങനെ ദം ബിരിയാണി. അപ്പം നല്ല ആവി പറക്കുന്ന മട്ടൻ ബിരിയാണി പിന്നെ റായത്താക്കി കൂട്ടി നമുക്കൊരു പിടി പിടിക്കാം. അങ്ങനെ പറത്ത് കഴിച്ചു നോക്കിയോ? ഒരു പീസ് ഒന്ന് കഴിച്ചു നോക്കിയോ? നോക്കട്ടെ. കേട്ടോ, പിടിക്കങ്ങോട്ട്. നല്ലാണോ? നമുക്ക് ബിരിയാണി ടേസ്റ്റ് ചെയ്ത് നോക്കാം. ലാം ബിരിയാണി. ഓ, സോഫ്റ്റ് മീറ്റ് കേട്ടോ. ഞാൻ ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, ഈ ലാമ്പിന്റെ കറിയിൽ നിന്നാണ് മുമ്പ് സൂപ്പ് ഉണ്ടാക്കിയത്. കഴിച്ചാൽ മനസ്സിലാവും. ടേസ്റ്റ് ഗുഡാണ്. പക്ഷെ സൂപ്പ് കഴിച്ചപ്പോഴേ ഒരു സൂപ്പും നല്ല ടേസ്റ്റി ആയിരുന്നു. പക്ഷെ അത് റിയൽ സൂപ്പാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലേ, അറിയത്തില്ല. ഞാൻ കറി എടുത്ത് സെറ്റ് ചെയ്തതാ. അപ്പം അങ്ങനെ കഴിച്ചിട്ട് വരട്ടെ. അപ്പം അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് നമ്മളിനിയും ഒരു മിനി നയഗര ഫോൾസ് ഉണ്ട് ഇവിടെ. അതൊന്ന് കാണാൻ വേണ്ടി പോവാണ്. ഇവിടുന്ന് ഒരു 10 minutes ഡ്രൈവേ ഉള്ളൂ. അപ്പം ഇനി അങ്ങോട്ട് പോവാം. ഓക്കെ, വാ. അങ്ങനെ ബില്ല് വേണ്ട. ഓക്കെ, താങ്ക് യു. സീ യു അനദർ ടൈം. ബൈ. താങ്ക് യു വെരി മച്ച്. അപ്പം നിങ്ങൾ ഓടി ക്ഷീണിക്കുമ്പോൾ ഇതുപോലെ വന്ന് അല്ലേ ഒരു ചെറിയ ഫുഡൊക്കെ ഇന്ത്യൻ ഫുഡൊക്കെ കഴിച്ചാൽ നിങ്ങൾക്ക് പിക്കപ്പ് കിട്ടും. നമുക്ക് തിരാനയിൽ ഒരെണ്ണമുണ്ട്. അത് ബംഗ്ലാദേശി മാനേജ്മെന്റ് ആണ്. ഇത് പ്രോപ്പർ ഇന്ത്യൻസ് ആണ് എല്ലാം നടത്തുന്നത്. ഹാപ്പി. അപ്പോൾ മോണ്ടിനിഗ്രോ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ ഇവിടെ പോർട്ട്ഗോറിക്ക് വന്നിട്ട് മസാല ആർട്ട് ഡേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ടോ. അത് നമ്മൾ ഉഴപ്പായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 11 മണിയായി. ഉച്ചയായപ്പോൾ വിശന്നപ്പോൾ നമ്മളും കയറിയെന്നുള്ളേ ഉള്ളൂ. ഡേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾക്ക് ഇവിടെ വന്ന് ക്ഷീണിക്കുമ്പോ മറ്റു ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിച്ച് നിങ്ങള് ഇച്ചിരി കഴിയുമ്പോൾ എന്തായാലും മടുക്കും. അപ്പൊ ആ മടുക്കുമ്പോൾ ആ മടുപ്പ് മാറ്റാൻ വേണ്ടി മസാല ആർട്ട് വന്നിട്ട് പക്ഷെ നല്ല ഫുഡാണ് അല്ലേ. നിങ്ങൾക്ക് മോണ്ടിനിഗ്രോ ഡയറക്റ്റ് വരാനാണ്. ഇവിടെ തിവാത്ത് എയർപോർട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ പോർട്ട്ഗോറിക്ക എയർപോർട്ട് ഉണ്ട്. നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. പോർട്ട്ഗോറിക്കയിലായിട്ടാണ് ഇച്ചിരി ചീപ്പസ്റ്റ് ടിക്കറ്റ് ഒക്കെ ഉള്ളത്. നമ്മുടെ ലണ്ടനിൽ ഗാറ്റ്വിക്കിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ഇപ്പോൾ ഒരു മിനി നയാഗര കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മൾ ടൗണിലോട്ട് ഇറങ്ങാന്ന് വെച്ചപ്പോൾ മഴയാ അല്ലേ, അങ്ങനെ നടന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു വൈബില്ല. എടി ഇതാ കൊമാനിലേക്ക് അങ്ങോട്ട് ഒഴുകി വരുന്ന വെള്ളം കേട്ടോ. അതെ, ഇവിടുത്തെ എല്ലാ വെള്ളത്തിനും ഈ ഒരു കളർ. ഒരു എന്തോ പച്ചയാന്നാ പറയുന്നേ? ടർക്കോയിസ്. പച്ചയല്ല, നമുക്ക് പച്ച, നീല, മഞ്ഞ, ചുവപ്പൊക്കെ ഉള്ളു. പെണ്ണുങ്ങൾക്ക് ടർക്കോയിസ്. മറ്റേ വേറെ എന്താ ഉള്ള? ഒത്തിരി ഉണ്ട്. അപ്പം അങ്ങനെ നമുക്ക് ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇനി അവിടെ കഴിക്കാൻ വേണ്ടിയാണോ? ഭയങ്കര തിരക്കല്ലേ. ഞങ്ങളിങ്ങോട്ട് വന്നിറങ്ങിയപ്പോൾ തന്നെ അതുവരെ വണ്ടിയൊന്നും ഇല്ലായിരുന്നു പുറകിൽ. പക്ഷെ അതിൻ്റെ പുറകെ ഒരു 3-4 വണ്ടി വന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഫുഡ് കഴിക്കാൻ വരുന്നവരാണോ എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നില്ല. ഇവിടെ താഴെ വരുന്നത് ഞാനും വരാം. എനിക്ക് ഞങ്ങളാ പാലത്തെ കൂടെ ഒന്ന് കയറി നോക്കട്ടെ. സ്ട്രോങ് ആണല്ലോ അല്ലേ? ഞാൻ കയറിട്ട് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നിനക്ക് ധൈര്യമായിട്ട് പോവാം. അടി ആടുന്നടി ആടുന്നു. ഗൈസ്, നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് സമ്മർ ആഘോഷിക്കാൻ മോണ്ടിനിഗ്രോയിൽ വന്ന എമി സാമുവലിനാണ്. ഹലോ, എങ്ങനെയുണ്ട് സമ്മർ?
ഇതാണ് റെസ്റ്റോറൻറ്റ് നയാഗ്ര. ഇത് ഫങ്ഷനിങ് ആണെന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ വരുന്നതിനെക്കാട്ടി കൂടുതൽ ഇത് കാണാൻ വേണ്ടി വരുന്നവരാണെന്ന് തോന്നുന്നു. ലെറ്റ്സ് സീ. ഹലോ. അടിപൊളി കഴിച്ചിട്ട് ആ വെള്ളത്തിനകത്ത് വെള്ളവും സാധനം കൂടെ ഭയങ്കര കോമ്പിനേഷൻ. ഇതുണ്ടോ? ഇത് ഭയങ്കര കോൺട്രാസ്റ്റ് അല്ലേ? ഗായ്സ്, അങ്ങനെ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനെ ഇത്രയും ഭംഗിയുള്ളൊരു ഫോൾസ് ഇവിടെ ഉണ്ടാവുമെന്നുള്ളത്. മഴയായതുകൊണ്ട്, സമ്മറാണെങ്കിൽ ചിലപ്പോൾ ഇത്രയും ഭംഗി ചിലപ്പോൾ ഇതിനുണ്ടാവത്തില്ല. ഞങ്ങൾ ഈ മഴയത്ത് ഇത്രയും ത്യാഗം സഹിച്ചതിനാന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു റെഫറൻസ് തരാൻ വേണ്ടിയാണ്. നിങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ സന്ദർശിക്കുക. സോ ഗുഡ്. ഇതിനെ ഒരു മിനി നയാഗ്ര എന്ന് വിളിക്കാനുള്ള എല്ലാ യോഗ്യതയും ഇതിനുണ്ട്. ആ റെസ്റ്റോറൻറ്റിലൂടെ തന്നെയാണ് ഇതിന്റെ എൻട്രൻസ്. അവിടെ നിങ്ങൾ നടന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഈ ഫോൾസ് കാണാൻ പറ്റും. ഇവിടെ ഇറങ്ങാനുള്ള സൗകര്യമൊന്നുമില്ല. നിങ്ങൾ വരിക, കാണുക, എൻജോയ് ചെയ്യുക, പോവുക, അത്രേ ഉള്ളൂ. ഇറങ്ങാതിരിക്കാൻ നല്ല അത്യാവശ്യം നല്ല ഫോഴ്സിലാണ് വെള്ളം വീഴുന്നത് കേട്ടോ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അടിപൊളി. എന്നാലും കാനഡയെ കൊണ്ടുപോയാൽ നയാഗ്ര കാണിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ വന്ന് നമുക്ക് നയാഗ്ര കാണാം. ഒരു മസ്റ്റ് വിസിറ്റ് അല്ലേ? മസ്റ്റ് വിസിറ്റ് ആണ്. നിങ്ങൾക്ക് സാഹചര്യം കൊണ്ട് വന്ന് കണ്ടിരിക്കുന്നതാണ്. ഇവിടെ പോർട്ട് തന്നെയാണ്. ഈ അൽബേനിയയിൽ മോണ്ടിനെഗ്രോയിലൊക്കെ വരുന്നവര് ട്രക്കിംഗ് ചെയ്യാറുണ്ട്, മലയിലൊക്കെ കയറി. അപ്പൊ ഞങ്ങളുടെ ഒരു മിനി ട്രക്ക്. അപ്പൊ അങ്ങനെ ഒരു കുളം, ചെറിയൊരു കുളം. നമ്മുടെ കുമ്പഴേ കിഴക്കൂർത്തുണ്ട് മറ്റേ ഒരക്കുഴി, ഓർക്കുന്നുണ്ടോ? നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ ഒരക്കുഴിയുടെ ഒക്കെ ഒരു വൈബ്. അവിടെ എല്ലാം എനിക്ക് തോന്നുന്നു വെള്ളം ഇതിനേക്കാൾ കൂടുന്ന സമയത്ത് മിക്കവാറും ഇതെല്ലാം നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുമായിരിക്കും. മനസ്സിലായോ? ഇത് വെള്ളം കുറവായതുകൊണ്ടാ. എല്ലായിടും അവിടുന്ന് ഇവിടുന്ന് എല്ലാം വെള്ളം ചാടുന്നുണ്ട്. അപ്പൊ റെസ്റ്റോറന്റില് നിങ്ങൾ വന്ന് കഴിക്കണമെന്നൊന്നുമില്ല കേട്ടോ. ആ റെസ്റ്റോറന്റിന്റെ സൈഡിൽ കൂടെ നിങ്ങൾ കയറി പോന്നാ മതി. ഒരു പ്രശ്നമില്ല. ഇവിടെ ഫ്രീ ആണ് യഥേഷ്ടം. വേണമെങ്കിൽ നിങ്ങൾ ചെറിയ സ്നാക്സോ ഫുഡ് കൊണ്ടൊക്കെ വന്നിട്ട് അവിടെ കുഴിയാ. അപ്പൊ ചെറിയ സ്നാക്സ് കൊണ്ടൊക്കെ വരിക, വന്നിട്ട് ഇവിടെ വേണേൽ ഒരു കുറച്ച് സമയമൊക്കെ ചില്ല് ചെയ്തിട്ട് പോവാം. പിന്നെ അതുപോലെ ചെറിയ റീൽസ് ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എടുക്കാം. പക്ഷെ എഡ്ജിലൊന്നും പോയി നിൽക്കരുത്. അപ്പൊ അറ്റ് യുവർ ഓൺ റിസ്ക്. ഇത് റിസ്ക് തന്നെയാണ്. കാരണം ഇവിടെ കണ്ടോ, ഇത് ഈ എഡ്ജാണ്. ഈ എഡ്ജിൽ നിന്നൊക്കെ അങ്ങോട്ട് വീണ കുഴിയാ. അപ്പൊ അങ്ങോട്ടങ്ങ് പോവാതിരിക്കുക. അതെ, മഞ്ഞുമേൽ ബോയ്സ് സുഭാഷും കുട്ടേട്ടറും ഒന്നും ഇല്ലെങ്കിൽ പ്രശ്നമാവും. അതുകൊണ്ട് ചെയ്യാതിരിക്കുക. അങ്ങനെ നമ്മൾ ആ മിനി നയാഗ്രയോട് യാത്ര പറഞ്ഞിട്ട് പോർട്ട് സിറ്റിയിലോട്ട് തന്നെ നമുക്ക് പോവാണ്. ചാറ്റൽ മഴയൊക്കെ കുറഞ്ഞു തുടങ്ങി. അപ്പൊ നമുക്ക് ആ സിറ്റിയിലെ ചെറിയ വൈബ് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. വരുമല്ലോ, നീ അതിനെ മൈൻഡ് ചെയ്യണമെങ്കിൽ നടക്കാം. കൊണ്ടുപോയാലോടി നമുക്ക്. മിക്കവാറും കാറിനകത്ത് ചാടി കയറും കേട്ടോ. അതാണ് നിന്റെ കൂടെ നടക്കുവാണേ. ഒരു പട്ടിയെ വാങ്ങിക്കണം എന്ന് കുറെ ആളോട് നിന്നോട് ഞാൻ പറയുമല്ലേ. അത് നിന്നെ ഇഷ്ടപ്പെട്ടതാ. അതിൽ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി കൂടെ വരുവാ. നമുക്കിവിടെ റോഡിൽ നിന്ന് തന്നെ അതിന്റെ ഒരു വ്യൂ, ഇവിടെ ഒരു വ്യൂ പോയിന്റ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ പോയത് തന്നെ നമുക്ക് മേളിൽ നിന്ന് ആസ്വദിക്കാം. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ചർച്ച് ഓഫ് റിസറക്ഷൻ എന്ന പേര് നൽകിയിട്ടുള്ള ഒരു ഓർത്തഡോക്സ് ദേവാലയത്തിലാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് മോണ്ടിനെഗ്രോയുടെ ക്യാപിറ്റൽ സിറ്റിയായ പോഡ്ഗോറിക്കയിലാണ്. നമ്മൾ അതിൻ്റെ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ പള്ളിയിലേക്ക് പോവാണ്. ആ പള്ളിയുടെ എൻട്രൻസിൽ തന്നെ ഒരു കൊച്ചു പള്ളിയുണ്ട്. ഇതായിരിക്കും ചിലപ്പോൾ പണ്ടത്തെ പള്ളി അല്ലേ? നമ്മുടെ കോഴഞ്ചേരി പള്ളിയിലെ പോലൊരു കൊച്ചു പള്ളി. പിന്നെ ഇത് 1993 കൺസ്ട്രക്ഷൻ ആരംഭിച്ച് 2013 ഇതിൻ്റെ പണി തീർന്നതാണ്. ട്രഡീഷണൽ ആ ഒരു ടച്ച് കൊടുത്ത് തന്നെയാണ് ഇത് പണിഞ്ഞത്. ഏകദേശം 20 വർഷത്തോളം എടുത്തു ഇത് പണിയാൻ വേണ്ടിയിട്ട്. കുന്തിരിക്കത്തിൻ്റെ മണം. പള്ളിക്കകത്തോട്ട് കയറിയപ്പോൾ തന്നെ ഒരു നല്ല കുന്തിരിക്കത്തിൻ്റെ മണം, നല്ല റിഫ്രഷിങ് ഒരു മണം. ഇവരൊക്കെ ഇത്രയും വിശ്വാസികളാണെന്നുള്ളൊരു കാര്യം അറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കണ്ടത് UK-യിൽ നിന്ന് അൽബേനിയയിലോട്ടുള്ള യാത്രയും അൽബേനിയയിൽ നിന്ന് ബൈ റോഡ്
ബോർഡർ ക്രോസ് ചെയ്ത് മോണ്ടിനെഗ്രോയിലെ പോഡ്ഗോറിക്ക വരെയുള്ള യാത്രയാണ്. ഇനിയുള്ള വരും ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്ന മോണ്ടിനെഗ്രോ എന്ന ഈ മനോഹരമായ രാജ്യത്തിലെ കാഴ്ചകളായിരിക്കും. അപ്പോൾ ഒട്ടനെ തന്നെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ ഇനി കാണും വരെ ബൈ. UK to the world.